എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ആകെ ടെൻഷനാണ്. നീ എന്റെ റോസാപ്പൂ നീ കൈ സോ ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് കുറേ നാളായി, ഒരു മാസം കൊണ്ടായിട്ടുണ്ട്. അപ്പം ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആണ്. അപ്പം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എല്ലാവർക്കും നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന എല്ലാ കപ്പിൾസിനും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് അടുത്ത വാലന്റൈൻസ് ഡേ ആവും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത പരിപാടിയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അളിയൻ ഗൾഫിൽ നിന്ന് വരുവാണ്. അപ്പോൾ എയർപോർട്ടിൽ നേരെ പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിനകത്ത് വരുന്നത് കുറച്ച് മുട്ടായിയാണ് ഗൈസ്. മുട്ടായി മറ്റേ ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് റാപ്പ് ചെയ്തെടുത്ത മുട്ടായിയാണ് ഗൈസ്. അപ്പം ഞാനും അമ്പടും ഒക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഹായ് പറ. ഉറക്കപ്പിച്ചിന്ന് എടുത്തോണ്ട് വന്നതാ ഗൈസ്. അങ്ങനെ അമ്പടുവിന്റെ അമ്മ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. പോകുന്ന വഴിക്കുള്ള വിഷയങ്ങളൊക്കെ കാണാം. ഇനി കിളിമാനം ഇരുന്ന് അമ്മയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം പോവാൻ. നമുക്ക് നേരെ ഗായ്സ്. അപ്പോൾ ഗായത്രിക്ക് ഒരേ നിർബന്ധം, അളിയനെ കാണുമ്പോൾ റോസാപ്പൂ കൊടുത്ത് വെൽക്കം ചെയ്യണമെന്ന്. എന്തൊക്കെ കാണണോ എന്തോ. ഗൈസ്, അപ്പോൾ സമയം 5:45 ഞങ്ങൾ ഇപ്പോഴും 1000 എത്തിയിട്ടേ ഉള്ളൂ. വിച്ചേട്ട ഒരു 7:15 7:30 സമയത്ത് വരും എന്നാണ് പറഞ്ഞിരുന്നത്. ഗൈസ്, അപ്പോൾ വിച്ചേട്ട അമ്പുടിൻ്റെ 28ന്റെ പിറ്റേന്ന് പോയതാണ്. പിന്നെ ഇപ്പം അമ്പുടിന് 6 മാസം കഴിഞ്ഞു. അപ്പം എന്താ വരാൻ പോണെയാണ്. അമ്പുട് അച്ഛനെ കാണാൻ പോണെയാണ്. അമ്പുര് അച്ഛൻ വരാൻ പോണെയാണ്. കണ്ണാ അച്ഛൻ വരും. അപ്പം അച്ഛൻ വിളിച്ചാൽ പോണെയാണ് നമ്മള്. അങ്ങനെ ഗൈസ്, അപ്പം അവന് എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാര്യം 28 എന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അറിയത്തൊന്നുമില്ലല്ലോ അച്ഛനെന്ന പ്രസ്ഥാനം ഇതാണെന്നൊക്കെ. അങ്ങനെ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ട്, അതെ ഉണ്ടെന്ന് അമ്പടും ഇന്നാണ് അറിയാൻ പോകുന്നത്. വീഡിയോ കോൾ വിളിച്ച് ഭയങ്കര കാര്യമൊക്കെയാണ്. അല്ലേ അമ്പടു? വരുവാ. നേരിട്ട് കാണുമ്പം എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ആകെ ടെൻഷനാണ്. കരഞ്ഞു കഴിഞ്ഞാൽ അവന് വിഷമാവും. അങ്ങനെ അപ്പൊ നോക്കാം. ഇവിടെ ഒരാള് കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ഉറങ്ങും കേട്ടോ. ഒന്ന് അമ്പുടിനെ കൊണ്ട് പഠിപ്പിക്കല്ലടാ ഗൈസ്. അങ്ങനെ അമ്മാമ്മ കേറിയിട്ടുണ്ട്. അമ്മാമ്മ സേ ഹായ്. ഫസ്റ്റ് അമ്മാമ്മയോ? ഇവരെന്തിനാണ്? അമ്മാമ്മ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? അച്ഛൻ വെച്ച അമ്പുടു നിക്കിള് കിട്ടുന്നു കേട്ടോ. അമ്പുടിന് ഇനി വരുന്ന ഇപ്പൊ സമയം എത്രയാടാ? സമയം 6:45 കഴിഞ്ഞ് 7 മണിയാവുന്നു. അമ്പുടു ഉറക്കമായി ഗായ്സ്. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്താണെന്നുള്ള എക്സൈറ്റ്മെന്റിലെടുത്ത് നമ്മൾ ഇതുവരെ എയർപോർട്ടിൽ എത്തിയിട്ടില്ല. ചേട്ടാ ഇപ്പൊ എന്നെ വിളിച്ച് അവരെത്തി പറഞ്ഞു. പക്ഷെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നുണ്ടാവുള്ളൂ. നമ്മുടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്ത് നടക്കോ എന്തോ. അമ്പട് ഉറങ്ങുവാ. കോമഡി ആവും ഉള്ള കാര്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു. കാത്തിരുന്ന് കാണാം ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പം സംഭവം എല്ലാം ഇവിടെ റെഡിയാണ്. കൊടുക്കേണ്ട ആളത്തെ മുമ്പേ പോകുന്നുണ്ട്. അമ്പടും അമ്മയും കൂടെ ദാണ്ട വരുന്നു ഗൈസ്. കാത്തിരുന്ന് കാണാം. ഇത് നോക്ക്.
എന്ന് കിട്ടിയ ജീൻസ് ടാഗ് പോലും പൊട്ടിക്കാതെ എടുത്തോണ്ട് വന്നേക്കുന്നു. എക്സൈറ്റഡ് ആണോ? ഞാൻ എക്സൈറ്റഡ് ഒന്നുമല്ല. അമ്പട് വന്ന് എക്സൈറ്റഡ് ഇത് പിടി. അയ്യോ ഇത് കൊടുക്കണം, ഇത് എക്സൈറ്റഡ്. അത് നിന്റെ പിടിച്ച എനിക്ക് നീ കൊടുത്താ മതി. നീ കൊടു. ഞങ്ങളത് കേക്ക് എപ്പോഴാ ഞാൻ കൊടുക്കേ? പിടി വണ്ണ അങ്ങോട്ട്. രണ്ടു പൂന്നി എടുത്തോ? ആ പിടി. നിക്ക് വിളിക്കട്ടെ. ഇവിടെ മിക്കവാറും എന്നെ കഴിയുന്ന ലക്ഷണമാണ്. എനിക്ക് പ്രശ്നം. ബാക്കിയുള്ളവനെ അസൂയപ്പെടുത്താൻ വേണ്ടി റോസപ്പൂ കൊണ്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പൊ A1 കൂടാണ് അളി ഇറങ്ങി വരുന്നത്. ഇതുവരെ കണ്ടില്ലല്ലേ ഗൈസ്? മിക്കവാറും കുളമൊക്കെ കേട്ടാ. പിടിച്ചോടാ. ഞാൻ അങ്ങോട്ട് പോട്ടെ. ഗൈസ് അളി ഇപ്പൊ ഇറങ്ങി വരും ഗൈസ്. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ. നല്ല ആരും ഉണ്ടായിരുന്നു കൊച്ചിനാരും. നീ എടുക്കണോ ഇപ്പൊ? ഞാൻ കഷ്ടപ്പെട്ട് ഈ സാധനം ഞാൻ എൻ്റെ സ്കെച്ച് പെന്ന് എൻ്റെ ബിഎഡിന് സാധനങ്ങൾ കൊണ്ട് എഴുതി ഇത്രയും കഷ്ടപ്പെട്ട് നോക്ക് പൂവും മേടിച്ച് നിരീക്ഷന്റെ കിടന്നിട്ട് ഞാൻ ആരെയും പറ്റി വിങ്ങും നെഞ്ചുടുക്കിൽ ചതിച്ചതാ. അമ്പടൂന് ഗിഫ്റ്റുമായിട്ട് വന്നേക്കുന്നു വാലന്റൈൻസ് ഡേക്ക്. ഓക്കെ ഓപ്പൺ ഒന്നും ചെയ്യണ്ട. എങ്കിലും നീ എന്റെ റോസാപ്പൂ നീ കൈ വിട്ട് മേടിച്ചു പോലുമില്ല. എന്റെ ഹസ്ബൻഡ് റൊമാൻറ്റിക് അല്ല ഗൈസ്. അതിനുള്ളതല്ലേ ഉറപ്പിക്കാൻ പറ്റും. എനിക്ക് സൗകര്യമില്ല എടുക്കാൻ. ശുണ്ട്രമണിയല്ലേ ആമർ ശുണ്ട്രമേണ്ട കുഴപ്പമില്ല. ഇപ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേ അതിഗംഭീരമായി. അല്ലെങ്കിലേ പണ്ടുള്ള ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഒരു കൊച്ചായി കഴിഞ്ഞാൽ പിന്നെ സ്നേഹമൊന്നും കാണത്തില്ല. അന്നൊന്നും ഞാൻ അത് മുഖവിലേക്ക് എടുത്തില്ല. ഇപ്പൊ മനസ്സിലായി പണ്ടത്തെ ആൾക്കാരാ ശരിയെന്ന്. ആരെ അവളല്ലേ എന്നെ വിളിക്കുന്നില്ലല്ലോ. ഗൈസ് ഇവൻ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് 2-3 ചേട്ടന്മാരും ഇപ്പോൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും കൊടുത്താൽ മതിയായിരുന്നു. എൻ്റെ 2 റോസാപ്പൂ ഉണ്ടായിരുന്നു. 2 കൊടുത്താൽ ഈ ഊത്ത സാധനത്തിനൊന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് ഇവിടെ നിന്ന് തിരിക്കാൻ പോണെയാണ്. ഇതുണ്ടോ അമ്പടൂന് അവളുടെ അച്ഛൻ കൊണ്ടുവന്ന പാവയാ. ഓക്കെ ഗൈസ് ലെറ്റ്സ് ഗോ. ഗൈസ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ വെഞ്ഞാറമൂടെത്തി ഫുഡ് കഴിക്കാനായിട്ട് കയറുവാണ്.
ഗൈസ് അപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചമ്മിപ്പോയി ഒരാളുടെ മുഖം കാണിച്ചു തരാം. ഗൈസ് ഒന്നുകൂടെ കണ്ടോളൂ, കരിഞ്ഞുണങ്ങിയ മുഖം. അമ്മ കൊടുത്തച്ഛന് ആ റോസാപ്പൂ ഇവിടുത്തെ അമ്മ ഇവിടുത്തെ അച്ഛനും കൊടുത്ത് അവിടുത്തെ അമ്മ അവിടുത്തെ അച്ഛനും. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പറ്റിയ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.